ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുടിക്കുണ്ടാവുന്ന ഒരുവിധപ്പെട്ട പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാവുന്ന ഒരു ഹെയർ പാക്കാണിത്. മുടി ഒഴിച്ചിൽ, അതുപോലെ തന്നെ താരൻ എന്നിവയെല്ലാം തന്നെ മാറ്റിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യമുള്ള കട്ടിയോടുകൂടിയും അതുപോലെ തന്നെ നീളത്തോടു കൂടിയുമുള്ള മുടി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഹെയർ പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ ഒരു തവണ ഇത് യൂസ് ചെയ്താൽ മതിയാവും. നല്ല റിസൾട്ട് തന്നെ കിട്ടും. ആദ്യ യൂസിൽ തന്നെ മുടിയുടെ ടെക്സ്ചർ മാറുന്നത് നമുക്ക് കണ്ടറിയാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുൻപ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചെമ്പരത്തി പൂവും ചെമ്പരത്തി ഇലയുമാണ് ആദ്യമായിട്ട് എടുക്കുന്നത്. പിന്നെ മുരിങ്ങയില മൾട്ടി വൈറ്റമിൻസിൻ്റെ കലവറയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് ഒരുപാട് ഗുണം ചെയ്യും കേട്ടോ. താരൻ പോകാനും മുടി കൊഴിച്ചിൽ മാറുന്നതിനും ഒക്കെ ഒരുപാട് യൂസ്ഫുള്ളാണ് മുരിങ്ങയില എന്ന് പറയുന്നത്. കഴിക്കാൻ നമുക്ക് എപ്പോഴും പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇതുപോലെയുള്ള ഹെയർ പാക്കുകളിലൊക്കെ യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അത് വളരെയധികം ഗുണം ചെയ്യും. നെക്സ്റ്റാണ് കറിവേപ്പില എന്ന് പറയുന്നത് മുടി നല്ലോണം കരുത്തോടു കൂടിയും കട്ടിയോടുകൂടിയും വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ്. മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനും സഹായിക്കും കേട്ടോ ഇത്. അപ്പോൾ ഒരു പിടി കറിവേപ്പില എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. ഞാൻ നല്ല നാടൻ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് കുഞ്ഞു നെല്ലിക്കയായിട്ടിരിക്കുന്നത്. ഇത് നല്ലതാണ് മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടി നല്ല കറുപ്പോടുകൂടിയും കട്ടിയോടുകൂടിയും ഒക്കെ വളരുന്നതിന് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് ഈ നെല്ലിക്ക എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കഞ്ഞിവെള്ളമാണ്. അപ്പോൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ മിക്സാക്കി എടുക്കുന്നത്, അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. പുളിച്ച കഞ്ഞിവെള്ളമാണ് ഏറ്റവും നല്ലത്. ഇതൊരു ജെല്ലി പരുവത്തിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇത് നല്ലതാണ് താരൻ മാറ്റുന്നതിനും അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും ഒക്കെ നല്ലൊരു ഇൻഗ്രീഡിയൻ്റാണ് ഈ റൈസ് വാട്ടർ എന്ന് പറയുന്ന കഞ്ഞിവെള്ളം. ഇതെല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുള്ളത് മുരിങ്ങയിലയാണ്. അതായത് നമ്മുടെ മുരിങ്ങയില തന്നെയാണ് ഇതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മുരിങ്ങയില എന്ന് പറയുന്നത് കുറച്ച് ഡ്രൈ ആക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന സമയത്ത് കുറച്ച് മുടിയിൽ എണ്ണ തടവി കൊടുത്തിട്ട് മാത്രം ഇത് യൂസ് ചെയ്യാം കേട്ടോ. കാരണം ഇത് ഡ്രൈനെസ് കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് കൊടുക്കാം. മുരിങ്ങയില എല്ലാം തന്നെ തണ്ടെല്ലാം കളഞ്ഞിട്ട്, ഒരുപാട് തണ്ട് കളയണമെന്നൊന്നുമില്ല, ചെറിയ തണ്ടുകളൊന്നും കുഴപ്പമില്ല, ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെമ്പരത്തി പൂവും ഇലയും അതുപോലെ തന്നെ നെല്ലിക്കയും എല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഞ്ഞിവെള്ളം, ആവശ്യത്തിന് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. എക്സ്ട്രാ വെള്ളമൊന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. പാക്ക് കുറച്ചുകൂടെ ലൂസായിട്ട് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പഴയ കഞ്ഞിവെള്ളം ആവുന്ന സമയത്ത് കുറച്ച് കട്ടിയിലായിരിക്കും ഇരിക്കുക. അതുകൊണ്ട് വലുതായിട്ട് ലൂസാവില്ല. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്തിട്ട് അരച്ചു കൊടുക്കാവുന്നതാണ്. അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇങ്ങനെയാണ് ഇതുണ്ടാവുക. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം, അല്ലാതെ ഹെന്ന പോലെ തലയിൽ യൂസ് ചെയ്യുകയാണെങ്കിലും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ട് റിസൾട്ട് തന്നെ കിട്ടും. ആഴ്ചയിൽ ഒരു തവണ യൂസ് ചെയ്താൽ മതി. പറ്റുന്നവർ 2 തവണയൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതുപോലൊരു കുഴമ്പ് രൂപത്തിലാണ് ഇരിക്കുന്നത് കണ്ടോ.